ജൂതന്മാരോട് റബ്ബ് സുബ്ഹാനഹു വ തആല ദേഷ്യം പിടിക്കാനും അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകാനുമുള്ള കാരണം ഒരുപാട് അനുഗ്രഹം ചെയ്യപ്പെട്ട സമുദായമാണ് ജൂത സമുദായം. ഒരുപാട് അനുഗ്രഹം, ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്ന സമുദായം ജൂത സമുദായമാണ്. ബനൂ ഇസ്രായേൽ, അവരിലേക്കാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ. 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാരിൽ നിന്ന് കൂടുതൽ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് ഈ സമുദായത്തിലേക്കാണ്. മാത്രമല്ല, അവർക്ക് റബ്ബ് തആല വേദഗ്രന്ഥങ്ങൾ നൽകി, കിതാബുകൾ നൽകി. മാത്രവുമല്ല, ക്രൂരനായ ഫിർഔനിന്റെ എല്ലാ നിലക്കുള്ള പീഡനങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷ കൊടുത്തു. വളരെ ക്രൂരനായി ജീവിച്ച ഫിർഔനിന്റെ എല്ലാ അക്രമങ്ങളിൽ നിന്നും അല്ലാഹു തആല സംരക്ഷണം കൊടുത്തു. മാത്രമല്ല, ചോദിച്ചതെന്തും റബ്ബ് തആല കൊടുത്തു. ഞങ്ങൾക്ക് ഭക്ഷണം വേണം, മാറ്റം വേണമെന്ന് പറഞ്ഞപ്പോൾ കട്ടിത്തേനും കാടപ്പക്ഷിയും അല്ലാഹു ദിനേന ഇറക്കി കൊടുത്തു. അടുക്കളയിൽ ജോലി പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണ സമയമാകുമ്പോൾ മുന്നിൽ കാണുന്ന വിശാലമായിരിക്കുന്ന ഇലയിലേക്ക് കട്ടിത്തേനും കാടപ്പക്ഷിയും ഇറങ്ങി വരികയാണ്. മഞ്ഞ സലവയെ പടച്ചതിനിറക്കി കൊടുക്കുകയാണ്. നല്ല സുഭിക്ഷമായ ഭക്ഷണം. എന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയിട്ടും അവർ കാണിച്ചത് നന്ദികേടാണ്. അവർ നന്ദികേട് കാണിച്ചു. എന്നും ഇങ്ങനെ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പറഞ്ഞു, മൂസ, ഒന്ന് റബ്ബിനോട് പറയണം, ഞങ്ങൾക്കിത് തിന്ന് മടുത്തിരിക്കുന്നു. ബിരിയാണി തിന്നാൻ ആഗ്രഹിച്ചിട്ട് ഒരു 3-4 ദിവസം ബിരിയാണി നന്നായിട്ട് കൊടുത്തും പറയാണ്, ഇത് മടുത്തു, ഇനി വേണ്ട, വെറുംചോറുണ്ടോന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ രീതി, ആ കൃഷിയിലെ ഭക്ഷണമാണ് ഞങ്ങൾക്ക് വലിയ താല്പര്യം, ഞങ്ങൾക്കൊന്ന് മാറ്റിത്തരുമോ എന്ന് ചോദിച്ച നന്ദികേടിന്റെ വാക്ക് പറഞ്ഞ സമുദായമാണ് ബനൂ ഇസ്രായേൽ. അവരുടെ പിൻഗാമികളാണ് ജൂതന്മാർ. മാത്രമല്ല, ഏകനായ റബ്ബിനെ ആരാധിക്കണമെന്ന് പഠിപ്പിച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഒരു പശുവിനെ വെച്ച് ആരാധിക്കാൻ തുടങ്ങിയവരാണ്. അള്ളാഹുവെ ഒഴിവാക്കി പശുവിനെ ആരാധിച്ചവരാണ്. പ്രവാചകന്മാരെ പരിഹസിച്ചവരാണ്. വേദഗ്രന്ഥങ്ങൾ തിരിമറി നടത്തിയവരാണ്. അള്ളാഹുവിന്റെ മകനാണ് ഉസൈർ അള്ളാഹുവിന്റെ മകനാണ് എന്ന പച്ചക്കള്ളം പറഞ്ഞു വരത്തിയവരാണ്. ശനിയാഴ്ച മത്സ്യബന്ധനം നടത്താനും പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കാരം നടത്തിയിട്ട് മത്സ്യബന്ധനം നടത്തിയിട്ട് അംഗീകരിക്കാത്ത ആളുകളാണ്. അള്ളാഹു അവർക്ക് നൽകിയ നേർമാർഗം തന്നെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തോന്നിയതുപോലെ ജീവിച്ച ആളുകളാണവർ. അതുകൊണ്ട് ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിന്റെ ദേഷ്യത്തിന് ഈ സമുദായം വിധേയമായി. വലദ്ദാല്ലീൻ, നസാറാക്കളോ അവർ ഈസാ നബി ഇലാഹാണെന്ന് പറഞ്ഞു, ഈസാ നബി ദൈവമാണെന്ന് പറഞ്ഞു. ഇഞ്ചീൽ അള്ളാഹു ഇറക്കി കൊടുത്തിരിക്കുന്ന ഗ്രന്ഥമാണ്, അതിനെ മാറ്റിമറിച്ചു. അങ്ങനെ വലാലത്തിലേക്ക്, വടികേടിന്റെ മാർഗത്തിലേക്ക് മാർഗഭ്രംശം സംഭവിച്ചു പോയവരാണവർ. അതുകൊണ്ട് ജൂതന്മാരുടെയും നസാറാക്കളുടെയും വഴിയല്ല, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവർക്കുള്ള മാർഗത്തിലേക്ക് ഞങ്ങളെ നടത്തണം അല്ലാഹ്. ഇവരൊക്കെ അബദ്ധസഞ്ചാരം നടത്തും പോലെ പടച്ചവനെ ഞങ്ങൾക്ക് അബദ്ധസഞ്ചാരം നടത്തേണ്ട അവസരം ഉണ്ടാക്കരുത്. അല്ലേ? വിശുദ്ധ ദീനിന്റെ നേർപാതയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ വഴിമാറിപ്പോയവരെ പിൻപറ്റിയാൽ നമ്മളും പിഴച്ചവരായി പോകും, നമ്മളും വഴിമാറിപ്പോയവരാകും. അതുകൊണ്ട് അവരെയെല്ലാം മാതൃകയാക്കേണ്ടത്, ജൂതനസാറാക്കളെയെല്ലാം മാതൃകയാക്കേണ്ടത്. അവരുടെ സംസ്കാരം പിന്തുടരാൻ പാടില്ല, അത് ദുഷിച്ച മാർഗമാണ്. അവർ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായവരാണെങ്കിൽ അതേപോലെ അവർക്ക് പിന്നാലെ പോയാൽ നമ്മളും അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരാകും. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പക്ഷേ നമ്മുടെയൊക്കെ റോൾ മോഡൽ ഇന്ന് പാശ്ചാത്യരാണ്, പടിഞ്ഞാറൻ രാജ്യങ്ങളാണ്. അന്ധമായ വിധേയത്വമാണ് ഈ രാജ്യ സംസ്കാരങ്ങളോടൊക്കെ, പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങളോട് അന്ധമായ വിധേയത്വം. ആ ഒരു വഴികേടിലാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളിലും ആചാര അനുഷ്ഠാനങ്ങളിൽ പോലും പാശ്ചാത്യരെ ചാണിനു ചാണായി അനുധാവനം ചെയ്യുന്നവരാണ് മുസ്ലിം എന്ന് പറയും നമ്മൾ പോലും.
എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അവർക്കൊരു ഭാരമാണ്. ഒരിക്കലും നമ്മൾ അവരുടെ മാർഗത്തിൽ പോകേണ്ടവരല്ല. ഒരുപക്ഷേ പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങളിൽ സമ്പത്ത് നേടാൻ പല വഴികളും ഉണ്ടാകും. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് പറ്റില്ല. പെണ്ണും യുദ്ധവും മദ്യവുമെല്ലാം പാശ്ചാത്യർക്ക് വരുമാന മാർഗമായിരിക്കും, പലിശ വരുമാന മാർഗമായിരിക്കും. മുസ്ലിമിന് അവിടെയെല്ലാം വിധിവിലക്കുകളുണ്ട്, ഒരുപാട് പരിധികളുണ്ട്. നമുക്ക് തോന്നിയതുപോലെ പോകാൻ പറ്റൂല. അതുകൊണ്ട് ഓരോ തവണ നമ്മൾ ഫാത്തിഹ ഓതുമ്പോഴും പറയുന്നത്, പടച്ചവനെ ഈ വഴി പിഴച്ചിരിക്കുന്ന ജൂത നസാറാക്കളുടെ വഴികളിലേക്കല്ല, അവരുടെ സംസ്കാരത്തിലേക്കല്ല ഞങ്ങൾ എത്തിക്കേണ്ടത്. മുൻഗാമികളായ നല്ലവരായ ആളുകൾ ജീവിച്ച മാർഗമേതോ സംസ്കാരമേതോ അതിലൂടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലേ? ഇന്ന് നമ്മുടെ മക്കൾ പോലും വസ്ത്രം ധരിക്കുന്നത് ജൂതന്മാരുടെ വസ്ത്രധാരണ രീതിയാണ്. അവർ ഡ്രസ്സ് ഉടുക്കും പോലെ എടുക്കുന്നത്, ഔറത്ത് പോലും മറക്കാത്ത വിധമുള്ള ഡ്രസ്സ്. എന്താണോ പുതിയ ഫാഷനുകളായി വരുന്നത് അത് മുഴുവനും അണ്ണാക്ക് തട്ടാതെ എനിക്കൊരു ദീനുണ്ട്, ആ ദീൻ പറഞ്ഞിരിക്കുന്ന ഔറത്തുണ്ട്, ആ ഔറത്ത് മറക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പോലും ചിന്തിക്കാതെ അവരെടുക്കുന്ന, അവർ ഫാഷനാണ് എന്ന് പറയുന്ന പാൻറ്റുകളാണ് ആധുനിക തലമുറ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? അവരുടെ വേഷവിധാനങ്ങൾ, അതാണ് ഫാഷൻ. നമ്മുടെ സംസ്കാരം നഷ്ടപ്പെടുത്തുന്ന ജൂതതന്ത്രങ്ങൾക്ക് നമ്മൾ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുടി മുറിക്കുന്നത് ആരുടെ സ്റ്റൈലിലാണ്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്ന സ്റ്റൈലിലാണോ? അല്ല. ഈ സംസ്കാരങ്ങൾ, ഈ ജൂത നസാറാക്കൾക്കുള്ള സംസ്കാരം, ഭക്ഷണം കഴിക്കുന്നത് അല്ലേ, ബുഫേ സംസ്കാരങ്ങളൊക്കെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കാര്യമായിട്ട് വലിയ പൈസ കൊടുത്ത് ലെറ്റർ അടിച്ച് കല്യാണത്തിന് ക്ഷണിച്ച് വരുത്തിയിട്ട് അവരോട് പാത്രം പിടിച്ച് കണ്ടാൽ നിൽക്കുകയാണോ ഭക്ഷണത്തിന് വേണ്ടി? പൂർണ്ണമായി ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയില്ല, ചിലപ്പോഴൊക്കെ അങ്ങനെ ആവശ്യമാവാം. എന്നാൽ ആവശ്യമില്ലാത്തയിടത്ത് പോലും വിളിച്ചു വരുത്തിയ ആളുകളെ പിന്നെ ആവശ്യമുള്ളത് വേണമെങ്കിൽ വാങ്ങിക്കോ എന്ന് പറയുന്ന രീതിയിൽ നിനക്ക് ആതിഥ്യം കൊടുക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചാൽ പോരെ, സൽക്കരിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചാൽ പോരെ. വിളിച്ചു കൂട്ടിയിട്ട് പിന്നെ അവരോട് പ്ലേറ്റും പിടിച്ച് നിൽക്കാൻ വേണ്ടി പറയണോ? അല്ലേ? അവരെ നമ്മൾ സൽക്കരിച്ചിരുത്തി ഭക്ഷണം കൊടുക്കേണ്ടവരാണ്, അതിന് സൗകര്യം ഒരുക്കേണ്ടവരാണ്. 1000 ആളെ വിളിച്ചാൽ 1000 ആൾക്കുള്ള സൗകര്യം ഒരുക്കണം. 100 ആൾക്കുള്ള സൗകര്യം ഒരുക്കിയിട്ട് 1000 ആളെ വിളിച്ചാൽ ആളടങ്ങാറാക്കലല്ലേ, ആളെ പ്രയാസപ്പെടുത്തലല്ലേ? ഇങ്ങനെ എല്ലാറ്റിലും, ഭക്ഷണ കാര്യത്തിൽ പോലും എന്തൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ കഴിക്കുന്ന ഭക്ഷണം എൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണോ എന്ന് നമ്മൾ പോലും ചിന്തിക്കുന്നില്ല. എന്താണ് ഞാൻ കഴിക്കുന്നത്, എന്തൊക്കെയാണ് മിക്സാക്കുന്നത്, എന്തൊക്കെ കെമിക്കലുകളാണ് ചേർക്കുന്നത്, ഇത് അപകടത്തിന് ഹാനികരമാണോ? ചിന്തിക്കുന്നില്ല. എന്താണോ പുതിയതായി തോന്നുന്നത് അത് മുഴുവനും അതേപോലെ കഴിക്കുന്നൊരവസ്ഥ. ഇങ്ങനെ ചാണിനു ചാണായി പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങളെ പിൻപറ്റുന്നൊരു ലോകമാണ്. കീറിയ പാൻറ്റും കുപ്പായുടെ സ്റ്റൈല്. മുമ്പ് കുപ്പായം കീറിയാൽ തുന്നിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തുന്നിയ കുപ്പായം മടിയായിരുന്നു. ഇപ്പൊ കീറലാണ് ഫാഷൻ. അല്ലേ? എവിടെയൊക്കെ കീറിയിട്ടുണ്ടാവും? എവിടെ കീറിയ പാൻറ്റുകളാണ്, ഡ്രസ്സുകളാണ്. കഞ്ചാവും ലഹരിയും ഇന്ന് സാർവത്രികമായി മാറി. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു, ഈ കഞ്ചാവും അതുപോലെ തോന്നിവാസങ്ങളും സംഗീതവും അല്ല ശീലിക്കേണ്ടത്. ഇതൊക്കെ അപകടമാണ്, ഇതൊക്കെ പൈശാചികമാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിജയം വേണോ? നിങ്ങൾ ഇതെല്ലാം ഒഴിവാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ വിരോധികളാണ് ജൂതന്മാർ. അല്ലേ? ജൂതന്മാർ ഇന്ന് ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവരുടെ ആ ഒരു പഴയ രീതി ഇപ്പോഴും അവരിങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതേ, തുടക്കകാലം മുതൽ കുഞ്ഞുങ്ങളോട്, മക്കളോട് വല്ലാത്ത ദേഷ്യമാണ് അവർക്ക്. കുട്ടികളെ കൊല്ലാന്നുള്ളത് അവരുടെ പഴയ ശീലമാണ്. അത് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഭയാർത്ഥി ക്യാമ്പുകളിൽ, ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് താമസിക്കുന്ന ഇടങ്ങളിൽ പോലും, ജനവാസമുള്ള കേന്ദ്രങ്ങളിൽ പോലും ബോംബ് വർഷിപ്പിച്ച് മിസൈൽ എറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഫലസ്തീനികളെ കൊന്നെടുക്കുന്ന ജൂതന്മാർ.
അഭയമില്ലാതെ അലഞ്ഞു തിരിഞ്ഞിരുന്ന ജൂതന്മാർക്ക് അഭയം നൽകിയ നാടാണ് ഫലസ്തീൻ. ആരും അഭയം കൊടുക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ആളുകളാ ഈ ജൂതന്മാർ. അവർക്ക് അഭയം കൊടുത്തു ഫലസ്തീനിന് അഭയം കൊടുത്തു. എന്നാൽ അഭയം കൊടുത്തിരിക്കുന്ന ഫലസ്തീനികളോട് ഇന്നവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ തോന്നിവാസങ്ങളാണ്? ഫലസ്തീനിന്റെ മണ്ണിൽ നിന്ന് 2 അവർ കൂട്ടിപ്പിടിച്ചു, 2 അവർ വെട്ടിപ്പിടിച്ചു. മാത്രമല്ല വൻ മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഫലസ്തീനികളെ ബന്ദികളാക്കി തടവറയിലിട്ടിരിക്കുകയാണ്. സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച് ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അഭയം നൽകിയവരെ തന്നെ തിരിഞ്ഞുകുത്തുന്ന വിഷപ്പാമ്പകളാണ് ജൂതന്മാരെന്ന് ഈ ചെറിയ ചരിത്രം മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. അവരെയാണോ നമ്മൾ പിൻപറ്റേണ്ടത്? അവരെയാണോ നാം സാമ്പത്തികമായി സഹായിക്കേണ്ടത്? ഈ ജൂത ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റുകളിൽ ലഭ്യമാണല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മുടെ മാർക്കറ്റുകളിലും നാം വാങ്ങിക്കൂട്ടുന്ന ആ സാധനങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കുമ്പോൾ അതിലെ 1 രൂപ പാവപ്പെട്ട ഫലസ്തീനി മുസ്ലിമിനെ കൊല്ലാനാണ്, അവനെ കൊല്ലാൻ വേണ്ടിയുള്ള ബോംബ് വാങ്ങാനും മിസൈൽ വാങ്ങാനുമാണ് എന്ന് ഏറ്റവും മിനിമം തിരിച്ചറിവുണ്ടാവണം. നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ടാണ് ഈ ജൂത കമ്പനികൾ നമ്മുടെ നാടുകളിൽ തടിച്ചു കൊടുത്ത് അവർ വലിയ കോർപ്പറേറ്റുകളായിട്ട് മാറിയിട്ട് വലിയ സാമ്പത്തിക ശേഷികൾ ആളുകളായി മാറിയിട്ട് മുസ്ലിമിന് നേരെ, പാവപ്പെട്ട ഫലസ്തീനി മുസ്ലിമിന് നേരെ അവർ ഇന്ന് ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്, മുസ്ലിമിനെ ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് പോലും അല്ലാഹുവിന്റെ കോപം വരും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ ജൂത നസാറാക്കളെ പിൻപറ്റരുത് എന്ന് തിരുനബിയുടെ താക്കീതാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. തങ്ങൾ പറഞ്ഞു, ലതത്തബിഉന്ന സുനനല്ലദീന മിൻ ഖബ്ലികും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ഫീ ജുഹരി റബ്ബിൻ ലത്തബഅതുമൂഹും. ഉമ്മത്തിനോട് പറയാണ്, നിങ്ങൾ ജൂതന്മാരെയും നസാറാക്കളെയും പിൻപറ്റും. ശിബ്റൻ ബിശിബ്രിൻ, ചാണിന് ചാണായി, ദിറാഅൻ ബിദിറാഇൻ, മുഴത്തിന് മുഴമായി നിങ്ങൾ അവരെ പിൻപറ്റും. റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ആ പിൻപറ്റലിന്റെ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. ഹത്താ ലൗ ദഖലൂ ഫീ ജുഹരി റബ്ബിൻ, അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ ലദഖൽതുമൂഹു, നിങ്ങളും ആ മാളത്തിൽ പ്രവേശിക്കും. അത്ര പിൻപറ്റും നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ ജൂതന്മാരെ പിൻപറ്റിയിട്ട് അവർ കയറി പോകുന്നത് ഒരു ഉടുമ്പിന്റെ, നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മെ കടിച്ചു കുടിക്കുന്ന ഒരു ഉടുമ്പിന്റെ മാളത്തിലാണെങ്കിൽ ആ ഉടുമ്പിന്റെ മാളത്തിലേക്ക് നിങ്ങൾ അവരെ പിൻപറ്റിക്കൊണ്ടു പോകും. അത്രമേൽ ജൂതന്മാരെ പിൻപറ്റുന്നവരാകും. ഖുൽനാ യാ റസൂലല്ലാഹ്, സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ ചോദിച്ചു നബിയേ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അൽ യഹൂദ വന്നസാറ, ജൂതന്മാരെയും നസാറാക്കളെയുമാണോ? ചോദിച്ചു, പിന്നെ ആരെയാ പറയേണ്ടത്? അവരെ ഇല്ലാതെ പിന്നെ ആരെ പറയേണ്ടത്? അവരെ നിങ്ങൾ പിൻപറ്റുമെന്ന്, അവരുടെ വഴിയെ ഉമ്മത്ത് പോകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വഴിയല്ല, അതാ റബ്ബിനോട് എപ്പോഴും പറയണത്, പടച്ചോനെ ഓരോ വഴിയല്ല, ഈ ജൂതന്മാരുടെയും നസാറാക്കളുടെയും വഴിയല്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു ആ മാർഗ്ഗത്തിലേക്ക് നമ്മെ എത്തിക്കുമാറാവട്ടെ.